ഓ എൻ്റെ ഈശോയെ, പുതിയൊരു പ്രഭാതം കൂടി ഞങ്ങൾക്കായി ഒരുക്കി ഞങ്ങളെ കാത്തിരുന്ന നല്ല തമ്പുരാനെ, നിന്റെ വലിയ സ്നേഹത്തിൻ്റെ മുൻപിൽ നന്ദിയോടെ മക്കളിതാ കരങ്ങൾ കൂപ്പുന്നു. ആരോഗ്യം തന്ന് ആയുസ് തന്ന് ഞങ്ങളെ വീണ്ടെടുത്ത നിന്റെ കരുണയെ ഓർത്ത് സ്തുതിക്കുന്ന ഈശോ. പൊന്നുകർത്താവേ, ഒരുപാട് മക്കളുണ്ട് ഈ സമയം വലിയ വിഷമത്തിലൂടെയൊക്കെ കടന്നു പോകുന്നവർ, ശാന്തമായിട്ടൊന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്തവർ, പലവിധ രോഗപീഠകളാൽ വേദനിക്കുന്നവർ, എല്ലാവരെയും നിന്റെ കരുണയ്ക്കായിട്ട് ഈ പ്രഭാതത്തിൽ സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സമയം എല്ലാ രോഗികളെയും നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലുള്ളവർ, പരിചയത്തിലുള്ളവർ, പ്രിയപ്പെട്ടവർ, എല്ലാവിധ രോഗങ്ങളാലും വേദനിക്കുന്ന സകല മക്കളെ സമർപ്പിച്ച് ഈ സമയം പ്രാർത്ഥിക്കാം. ഓ ഈശോയെ, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് രോഗികൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ ഈ സമയം നിൻ്റെ മുൻപിലേക്ക് സമർപ്പിക്കുകയാണ്. സ്വർഗം തുറന്ന് ഈശോ നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണിത്. ദൈവ കരുണ ഒഴുകിയിറങ്ങുന്ന നിമിഷങ്ങളാണിത്. നിങ്ങൾക്കൊക്കെ ആരോഗ്യമുള്ള ഒരു ശരീരം ഈശോ തന്നിട്ടുണ്ടെങ്കിൽ നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചേ. രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി മക്കളുണ്ട്. ഈശോ അവരെ ചേർത്ത് വയ്ക്കുകയാണ്. രോഗത്തിൻ്റെ തകർച്ചകളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ സമയം ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. പ്രിയമക്കളെ, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട് അവരെ സുഖപ്പെടുത്താൻ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ. നിൻ്റെ ഒരു ചെറിയ പ്രാർത്ഥന മതി, ഈശോയെ എന്നുള്ളൊരു വിളി മതി. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈശോയെ എന്നൊന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാൽ മതി. ആ പ്രാർത്ഥനയ്ക്കും വലിയ ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ കരുണ ഒഴുകിയിറങ്ങട്ടെ. ഈ സമയം എല്ലാ രോഗികളിലേക്കും ദൈവത്തിൻ്റെ കരുണ ഒഴുകട്ടെ. ഈശോയെ, സുഖപ്പെടുത്തുന്നതിൻ്റെ വലിയ കരം പ്രിയപ്പെട്ട മക്കളുടെ മേല് നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ രോഗികളെയും കർത്താവിൻ്റെ കരുണയ്ക്കായി കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ബെത്സൈദാ കുളക്കരയിൽ ഒരു ഫലമേതുമില്ലാതെ ഞാൻ കിടന്നു. ബെത്സൈദാ കുളക്കരയിൽ ഒരു ഫലമേതുമില്ലാതെ ഞാൻ കിടന്നു. ജലമിളകും നേരം ജനമിളകും വേഗം ജനമനവധി സുഖം നേടുന്നു. എന്നെ തുണയ്ക്കാനാരുമില്ല, എൻ രോദനം കേൾക്കാനാരുമില്ല. ബെത്സൈദാ കുളക്കരയിൽ ഒരു ഫലമേതുമില്ലാതെ ഞാൻ കിടന്നു. എൻ്റെ കർത്താവേ, ഈ സമയം നിൻ്റെ മകള് എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈശോയെ, പ്രാർത്ഥിക്കുന്ന ഞാൻ ഒത്തിരി കുറവുള്ള ഒരു വ്യക്തിയാണെന്ന് ഈശോയ്ക്കറിയാം. ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ എന്നിലുണ്ട്. കർത്താവേ, നീ അതൊന്നും ഓർക്കാതെ ഈ സമയം ഇപ്പോൾ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന സകല രോഗികളെയും ഈശോ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ആശുപത്രികളിലായിരിക്കുന്ന, ഭവനങ്ങളിലായിരിക്കുന്ന രോഗികളെയൊക്കെ സമർപ്പിക്കുന്നു. ഐസിയുവിലും വെന്റിലേറ്ററിലുമായിരിക്കുന്ന രോഗികൾ, ഓപ്പറേഷന് വേണ്ടി വിധേയരാകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ എല്ലാം ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ശിരസ് സംബന്ധമായ രോഗമുള്ള മക്കൾ, മാനസിക ബുദ്ധിമുട്ടുള്ള മക്കൾ, കൈകാലിനും നടുവിനും വേദനയുള്ള മക്കൾ, ഹൃദയ സംബന്ധമായ രോഗമുള്ള മക്കൾ, ശരീരത്തിന് ബലമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ, അപകടത്തിൽപ്പെട്ട് കിടപ്പിലായിപ്പോയ രോഗികൾ, ക്യാൻസർ, എയ്ഡ്സ് തുടങ്ങിയ മാരക രോഗങ്ങളാൽ വേദനിക്കുന്നവർ, പലതരത്തിലുള്ള അലർജി രോഗമുള്ള മക്കൾ, കേൾവിശക്തി, കാഴ്ചശക്തി ഇല്ലാത്തവർ, സംസാരശേഷി ഇല്ലാത്ത മക്കൾ, സംസാരിക്കുമ്പോഴൊക്കെ വിക്കനുഭവപ്പെടുന്ന മക്കൾ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ ഓർക്കുന്നു ഈശോ. ഉദര സംബന്ധമായ രോഗമുള്ളവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യൂട്രസ് സംബന്ധമായ രോഗമുള്ള മക്കൾ, സോറിയാസിസിൻ്റെ വേദന കൊണ്ട്
വിഷമിക്കുന്നവർ, വെരിക്കോസ് വെയിൻ മൂലം വേദനിക്കുന്നവർ, ആന്തരിക അവയവങ്ങൾക്കൊക്കെ രോഗം പിടിപെട്ടവർ, തലയിലെ ട്യൂമറുള്ളവർ, ശരീരത്തിൻ്റെ പല ഭാഗത്തും ട്യൂമറുള്ള മക്കളെയൊക്കെ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ തുടങ്ങിയ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ, ഓ ഈശോയെ, എല്ലാ രോഗികളെയും നിമിഷങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവ കരുണ ഒഴുകി ഇറങ്ങട്ടെ കർത്താവേ. എല്ലാ രോഗികളിലേക്കും ദൈവ ശക്തി വ്യാപരിക്കട്ടെ. നമ്മുടെ മുൻപിലായിരിക്കുന്ന ഈ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ, സ്വർഗം വിട്ട് നീ ഇറങ്ങി വാ. ഈ സമയം എല്ലാ രോഗികളുടെ അരികിലേക്കും ഇറങ്ങി വാ ഈശോ. നിൻ്റെ തിരുമുറിവിൻ്റെ കരം അവരുടെ മേൽ വെക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, നിൻ്റെ മുറിവിനാൽ എല്ലാ രോഗികളും സുഖപ്പെടട്ടെ. നിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ എല്ലാ രോഗികളും കഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ നിന്നും രോഗപീഠകൾ വിട്ടുമാറട്ടെ. യേശുവെന്ന നാമത്തിൻ്റെ ശക്തിയാൽ, യേശുവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയാൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ രോഗങ്ങളും രോഗശക്തികളും പ്രിയപ്പെട്ട മക്കളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറിപ്പോകുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. സകല രോഗികളെ നമുക്ക് യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ദൈവശക്തി എല്ലാ രോഗികളിലേക്കും വ്യാപരിക്കട്ടെ. ജീവിക്കുന്നവനായ കർത്താവെ, അന്തർക്ക് കാഴ്ചയും ഊമന് സംസാര ശക്തിയും ചെകിടന് കേൾവിയും നൽകിയ തമ്പുരാനെ, നിൻ്റെ ഒരു വാക്ക് മതി, നിൻ്റെ ഒരു നോട്ടം മതി, നിൻ്റെ ഒരു സ്പർശനം മതി രോഗികളെ സുഖപ്പെടാൻ. ഞാൻ വിശ്വസിക്കുന്നു ഈശോ, ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടപ്പോഴേ ദൈവശക്തി പ്രവഹിച്ച് രക്തസ്രാവക്കാരി സ്ത്രീ സുഖപ്പെട്ടുവല്ലോ. തളർവാദ രോഗിയോട് നീ നിൻ്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക എന്നങ്ങ് അരുളി ചെയ്തുവല്ലോ. കർത്താവേ, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, രോഗികൾ സുഖപ്പെടും. വിശ്വസിക്കുന്നു ഈശോ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ശക്തി രോഗികളിലേക്ക് നിറയാനായിട്ട് പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്തിൻ്റെ അഭിഷേകം നിറയാനായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, നീ കടന്നു വരണമേ. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഇടയിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഈശോയെ നീ ഒന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ, വൈദ്യുത തരംഗം പോലെ ദൈവശക്തി എല്ലാ മക്കളിലേക്കും വ്യാപരിക്കട്ടെ. മാറാവ്യാധികൾ, തീരാരോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. രോഗികൾ യേശുനാമത്തിൽ സൗഖ്യപ്പെടട്ടെ. പരിശുദ്ധാമ്മേ, അമ്മ എല്ലാ രോഗികളുടെ അരികിലേക്ക് പ്രാർത്ഥിക്കുന്ന ഈ സമയം അമ്മ കടന്നു വരണം. ഈ പ്രഭാതത്തിൽ അമ്മ ഈശോയുമായി കടന്നു വരണം. എല്ലാ മക്കളെയും തൊട്ട് സുഖപ്പെടുത്താൻ അമ്മ ഈശോയോട് പറയണം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ.